ഈ ഒരു ക്വസ്റ്റ്യൻ പ്രോഫിറ്റ് ആൻഡ് ലോസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് പറയുന്നത് 2000 കോപ്പീസ് ഓഫ് ബുക്ക്, 2000 കോപ്പീസ് 70,000 രൂപയ്ക്ക് വാങ്ങിച്ചു. ഹീ ഡിസ്ട്രിബ്യൂട്ട് 400 കോപ്പീസ് ഫ്രീ, 400 കോപ്പീസ് ഫ്രീ ആയിട്ട് കൊടുത്തു. ഹീ ഗേവ് 30% ഡിസ്കൗണ്ട് ഓൺ പ്രിന്റഡ് പ്രൈസ് ആൻഡ് ദ പ്രിന്റഡ് പ്രൈസ് ഓഫ് ഈച്ച് ഈസ് 75. വാട്ട് ഇസ് ദ ഗെയിൻ ഓർ ലോസ്? ഓക്കെ, 2000 കോപ്പീസ് ഉണ്ട്. 2000 കോപ്പീസിൽ 70,000 രൂപയ്ക്ക് വാങ്ങിച്ചു, 400 എണ്ണം ഫ്രീ ആയിട്ട് വിറ്റു. ബാക്കി പോയിട്ട് 1600 എണ്ണം ആയിരിക്കും പൈസ കൊടുത്തിട്ടുണ്ടാകുന്നത്. ഓക്കെ, ദെൻ 75 രൂപയാണ് ഓരോന്നിനും പ്രിന്റ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഒരു 30% ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ട്. 30% ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 30%-ത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രാക്ഷൻ 3/10. അപ്പോൾ 10 രൂപയുടെ ഒരു ഐറ്റം 3 രൂപ കുറച്ച് 7 രൂപയ്ക്ക് വിൽക്കണമെന്നാണ് അതിൻ്റെ അർത്ഥം. ഞാൻ കാൽക്കുലേഷൻ ഈസി ആക്കാൻ വേണ്ടി രണ്ട് സ്ഥലത്തെയും കോസ്റ്റ് പ്രൈസിന്റെ റേഷ്യോ എടുക്കാനാണ് വിചാരിക്കുന്നത്. കാൽക്കുലേഷൻ ഈസി ആക്കാൻ വേണ്ടി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് ആദ്യത്തെ കോസ്റ്റ് പ്രൈസ്. രണ്ടാമത്തെ എത്ര വരും? 75 രൂപയ്ക്കാണ് വിൽക്കുന്നത് പ്രിന്റഡ്, പക്ഷേ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. 10 × 7 7/10 1600 വിൽക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം? കട്ട് ചെയ്യാവുന്നെല്ലാം കട്ട് ചെയ്യാം. എനിക്ക് ഇവിടെ നിന്ന് തന്നെ ഒരു 0 കളയാം. ഇതും ഇതും തമ്മിൽ കളയാം. ഓക്കെ, ദെൻ ഈ 7ഉം കളയാം. ബാക്കി പോയിട്ട് 1000 അവിടെ വരുന്നുണ്ട്, 1000 അവിടെ വരുന്നുണ്ട്. ഓക്കെ, ദെൻ ഇവിടെ ഒരു 75 കിടപ്പുണ്ട്. 25 × 3 75, ഇവിടെ 40 വരും. ഓക്കെ, ദെൻ ഈ 4ഉം ഇതും കളയുക. ഓക്കെ, അപ്പോൾ 10:12 എന്ന് പറഞ്ഞു വരും, അല്ലെങ്കിൽ 5/6 എന്ന് പറഞ്ഞു വരും. 5/6, അതായത് ഇത് കോസ്റ്റ് പ്രൈസിന്റെ റേഷ്യോ ആണ്, അല്ലെങ്കിൽ ആദ്യത്തെ കോസ്റ്റ് പ്രൈസും രണ്ടാമത്തെ സെല്ലിംഗ് പ്രൈസും തമ്മിലുള്ള റേഷ്യോ ആണ്. കോസ്റ്റ് പ്രൈസ് അല്ല, ഇത് സെല്ലിംഗ് പ്രൈസ് ആണ് വരുന്നത് ആക്ച്വലി. അപ്പോൾ കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും തമ്മിലുള്ള റേഷ്യോ ആണ്. അതായത് 5 രൂപയ്ക്ക് വാങ്ങിച്ചൊരു ഐറ്റം 6 രൂപയ്ക്ക് വിറ്റു. ദാറ്റ് മീൻസ് 1 രൂപ പ്രോഫിറ്റ്. അപ്പോൾ 20% ഇവിടുത്തെ പ്രോഫിറ്റ് ആയിട്ട് വരുന്നത്. സോ 20% ഗെയിൻ ആയിരിക്കും ഈ ഒരു ക്വസ്റ്റിൻ്റെ ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്.